കടലിൻ്റെ മക്കൾ സങ്കടക്കടലിൽ. വളരെ സങ്കടമാണ് അവരുടെ കാര്യം. ഇനി 52 ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം 2 മാസത്തോളം വരുമല്ലോ, ക്ഷാമകാലമാണ്. പക്ഷേ ഇത് ശാസ്ത്രീയമായി ചെയ്യാതിരിക്കാനും കഴിയില്ല. ട്രോളിംഗ് ഒരു ആവശ്യമായി വരുന്നതാണ്. മത്സ്യത്തിൻ്റെ പ്രജനന കാലവുമായിട്ടൊക്കെ ബന്ധിപ്പിച്ച് വരുന്ന ഒരു ശാസ്ത്രീയമായ കാര്യമാണ്. 3756 ബോട്ടുകൾക്കാണ് കേരളത്തിൽ നിരോധനം. ഉൾക്കടലിൽ പോയി, ആഴക്കടലിലൊക്കെ പോയി മീൻ പിടിക്കുന്നതിനൊക്കെ വലിയ നിരോധനമുണ്ട്. ഒരു ബോട്ടിൽ 10 മുതൽ 15 തൊഴിലാളികൾ. അപ്പോൾ ഏകദേശം ഒരു 50,000-ഓളം തൊഴിലാളികൾ. 50,000 തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 2 ലക്ഷം ആളുകൾ വരും. മാത്രമല്ല ഇത് പോയി പിടിച്ചുകൊണ്ട് വന്ന് അത് വിറ്റ് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ. അപ്പോൾ ഡയറക്റ്റായിട്ടൊരു 2 ലക്ഷം ആളുകളെയും 2 ലക്ഷം പേരെയും പിന്നെ അവരെ ഇൻഡയറക്റ്റായിട്ട് മത്സ്യം എടുത്തും വിറ്റും ഒക്കെ ജീവിക്കുന്ന ഒരു മഹാഭൂരിപക്ഷം ജനങ്ങളെ പട്ടിണിയിലേക്കും വറുതിയിലേക്കും കൊണ്ടുപോകും. ബോട്ടിൽ പോകുന്നവർ തന്നെ ലോക്കലായിട്ടുള്ള ആളുകൾ, തദ്ദേശീയരായിട്ടുള്ള ആളുകൾ 25,000 പേരുണ്ട്. അനുബന്ധമായി പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ 2.5 ലക്ഷം പേരുണ്ട്. ഒരു വലിയ ഒരു മേഖലയാണ്, തൊഴിൽ മേഖലയാണ്. ഏകദേശം 2.25 ലക്ഷം പേര് വളരെ ഡയറക്റ്റായി ഹിറ്റ് ചെയ്യും. അതായത് തൊഴിൽ ക്ഷാമമുണ്ടാകും. അവർക്ക് കൊടുക്കുന്നത് സൗജന്യ റേഷനാണ്. അതുകൊണ്ട് മാത്രം കഥ നിൽക്കില്ല. മത്സ്യങ്ങളുടെ വംശവർദ്ധന ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പ്രജനന കാലത്ത് അതിനെ ബോട്ടിംഗ് നടത്തിയാൽ പ്രജനനം കുറയും എന്നുള്ളതുകൊണ്ടാണ് ട്രോളിംഗ് ഇന്ന് അർദ്ധരാത്രി മുതൽ വരുന്നത്. കേരള തീരത്തുനിന്ന് 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള മത്സ്യബന്ധനം നടത്തുന്ന യന്ത്രവൽകൃത ബോട്ടുകൾക്ക് ജൂലൈ 11 അർദ്ധരാത്രി വരെ. അപ്പോൾ ഇന്ന് ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 11 അർദ്ധരാത്രി വരെ 12 നോട്ടിക്കൽ മൈൽ വരെ മത്സ്യബന്ധനം നടത്തുന്ന യന്ത്രവൽകൃതമായ ബോട്ടുകൾക്ക് പോയി മത്സ്യം പിടിക്കാൻ കഴിയില്ല. ട്രോളിംഗ് നിരോധനം ആരംഭിക്കുന്നതോടെ കടലിൻ്റെ മക്കളായ മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും അടക്കം സംസ്ഥാനത്തൊരു 3 ലക്ഷം ആളുകൾ ഡയറക്റ്റായിട്ട് ഹിറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. നിരോധനം ബാധകമല്ലാത്ത പരമ്പരാഗത വള്ളങ്ങളുടെ തൊഴിലാളികൾ ആശ്രയിക്കുമെങ്കിലും തുച്ഛമായ വരുമാനമേ അതിൽ ലഭിക്കുകയുള്ളൂ. കാര്യം യന്ത്രവൽകൃത ബോട്ടിൽ പോകുമ്പോഴാണ് നല്ല കാശ് കിട്ടുന്നത്, അത് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റുന്നത്. അങ്ങനെ കുറച്ചു കാലം അടിച്ചു പൊളിച്ച് ജീവിക്കുമ്പോഴാണ് 52 ദിവസം ഇടുത്തി പോലെ തലയിൽ വീഴുന്നത്. ഇതാരുടെയും കുറ്റം കൊണ്ട് വരുന്നതല്ല, അത് എല്ലാവർക്കും ഗുണകരമായൊരു കാര്യം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. ട്രോളിംഗ് നിരോധനം ആരംഭിക്കുന്നതോടെ അവർ നാട്ടിലേക്ക് പോകും. ബോട്ടുകൾ അടുക്കുന്ന ഹാർബറുകളിലെ ലേലക്കാർ, ചുമട്ട് തൊഴിലാളികൾ, സംസ്കരണ ഫാക്ടറികളിലെ പീലിംഗ് തൊഴിലാളികൾ, വലകളുടെയും ബോട്ടുകളുടെയും അറ്റകുറ്റപ്പണി നടത്തുന്നവർ തുടങ്ങിയ അനുബന്ധ തൊഴിലാളികൾക്കും ഇതിൻ്റെ ഈ കാലത്ത് ജോലി ഉണ്ടാകില്ല. സർക്കാർ നൽകുന്ന റേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരാഴ്ചത്തേക്ക് പോലും തികയാത്ത റേഷൻ അരിയാണ്. പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികൾക്ക് ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ 1,500 രൂപ സഹായധനം ലഭിക്കും. ശരിക്കും പറഞ്ഞാൽ സങ്കടകരമാണ്. ഒരു മാസം 1,500 രൂപ, 3 മാസത്തിൽ 4,500 രൂപ. മൊബൈൽ ചാർജ് ചെയ്യാൻ പോലും ഇപ്പോൾ എത്ര രൂപയാകും മാസത്തിൽ? മൊബൈൽ ചാർജ് ചെയ്യണം, കറണ്ട് ബില്ല്, വെള്ളത്തിന് ബില്ല്, ഭക്ഷണം. പിന്നെ ഇവരുടെ ആഹാര രീതിയൊക്കെ ഇവർ നല്ല ഭക്ഷണം കഴിക്കുന്നവരാണല്ലോ. കാരണം മത്സ്യത്തൊഴിലാളികൾ എന്നൊക്കെ പറയുമ്പോൾ കായികമായി അധ്വാനിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് അതിനനുസരിച്ച് ഭക്ഷണമെല്ലാം കഴിക്കണം. പിന്നെ ചില ചെറിയ ദുശീലങ്ങളൊക്കെ കാണും. അപ്പോൾ അതിനുമൊക്കെ ഉള്ള പണം ആവശ്യമുണ്ട്. നമ്മളിതെല്ലാം കൂടി മാറ്റി മറിച്ച് ഒരു സാംസ്കാരിക നന്മ കേരള അമ്മ മലയാളം ഒന്നും ഇപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അതല്ലല്ലോ ഈ സബ്ജക്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികളുടെ ഒരു ക്ഷാമകാലമാണ്. അതുകൊണ്ട് തന്നെ ആ വിഭാഗത്തെ കൃത്യമായി പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികൾ ഉണ്ടാകണം. പുനർഗേഹം പോലുള്ള വീട് പദ്ധതികൾ ഉള്ളതുപോലെ തന്നെ ഈ 52 ദിവസക്കാലം അല്ലെങ്കിൽ ട്രോളിംഗ് പീരീഡ് അവരെ മറ്റ് പരിപാടികളിൽ എൻഗേജ് ചെയ്യിച്ച് എല്ലാ ദിവസവും അവർക്ക് ചെറിയ തുക കിട്ടുന്ന രീതിയിൽ അവരുടെ സേവനം എങ്ങനെ പ്രയോജനപ്പെടുത്താം. അത് പോലീസിന് പ്രയോജനപ്പെടുത്താം, ഫയർഫോഴ്സിന് അവരുടെ സേവനം പ്രയോജനപ്പെടുത്താം. പ്രളയത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. വളരെ കായിക ശക്തിയുള്ളവരാണിവർ. ഇവരുടെ സേവനം സർക്കാരിൻ്റെ ആക്ഷൻ റാപ്പിഡ് ഫോഴ്സായിട്ടൊക്കെ ഒരുപാട് പേരുടെ സേവനം പ്രയോജനപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ അല്ലാത്ത കുടുംബങ്ങൾ, സ്ത്രീ കുടുംബങ്ങൾ ഒരുപാട്
ഈ മത്സ്യത്തൊഴിലാളികളായിട്ട് രംഗത്തുണ്ട്, ഈ വിൽപ്പനയുടെ രംഗത്ത്. അവർക്കെല്ലാം വളരെ കൃത്യമായ പാക്കേജ് കൊടുക്കണം. കാരണം ഒരു സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗക്കാരാണ് മത്സ്യത്തൊഴിലാളികൾ. അവർ 25% വരുന്ന നമ്മുടെ സമ്പദ്ഘടനയുടെ 25%-ലധികം മുതൽ 50% വരെ വരുന്ന സമ്പത്ത് തരുന്ന മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. വലിയ മത്സ്യ കയറ്റുമതിയൊക്കെ ഉള്ള രാജ്യമാണ് ഇന്ത്യ, കേരളമൊക്കെ. അതുകൊണ്ട് വലിയ ഒരു വിഭാഗം ജനങ്ങളുടെ സങ്കടക്കടലാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഞാനിത് പറയാൻ കാരണം, ഞാനിപ്പോൾ നിരവധി പരിപാടികളുമായി ബന്ധപ്പെടുത്തി വിഴിഞ്ഞത്തും കടലോര പ്രദേശങ്ങളിലുമൊക്കെ പോയിട്ടുണ്ട്. നേരത്തെയും പോകാറുണ്ട്, ഇപ്പോഴും അടുത്ത കാലത്തും പോയി. സങ്കടകരമാണ് ഈ വിഭാഗത്തിൻ്റെ കാര്യം. ആദിവാസികളുടെ കാര്യം പറയും പോലെ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ കാര്യം സങ്കടകരമാണ്. അവർ സംഘടിതരുമല്ല. ഇനി അവരെ ആരെങ്കിലും സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്ഥാപിത താല്പര്യക്കാരുമാണ്. ഞാൻ സ്ഥാപിത താല്പര്യക്കാരെന്ന് പറയുന്ന രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ അവരെ സംഘടിപ്പിക്കുന്ന പള്ളി പോലുള്ള സംവിധാനങ്ങളെയോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. അല്ലാതെയുമുള്ള ഇടനിലക്കാരും പിന്നെ ഗുണ്ടാ സംഘവും ഒക്കെ ധാരാളമുണ്ട്. ആ പാവങ്ങളാണിവർ. കടലിനോട് മല്ലടിച്ച് കടലിൻ്റെ തീരത്ത് താമസിച്ച് എപ്പോൾ കടൽ കരയിൽ കയറുമെന്ന് പോലും യാതൊരു ഉറപ്പുമില്ലാതെ വലിയ ഭീതിയോടുകൂടി കഴിയുന്ന, പ്രത്യേകിച്ച് കാലാവസ്ഥാ മാറ്റത്തിൻ്റെയും ആഗോളതാപനത്തിൻ്റെയൊക്കെ പുതിയ യുഗത്തിൽ വളരെ വലിയ രീതിയിലാണ് കാര്യങ്ങൾ പ്രശ്നാധിഷ്ഠിതമാകുന്നത്, സംഘർഷാധിഷ്ഠിതമാകുന്നത്. അതിനിടയിലാണ് 52 ദിവസം അവർക്ക് പട്ടിണിയും പിന്നെ ജോലിയില്ലാത്ത അവസ്ഥയും വരുന്നത്. 1500 രൂപ ഞാൻ പറഞ്ഞതുപോലെ ഒന്നിനുമാകുന്നതല്ല. അവർക്കൊരു 10,000 രൂപയെങ്കിലും കൊടുക്കുന്ന സംവിധാനത്തെക്കുറിച്ച് ഗവൺമെൻറ് ആലോചിക്കണം. ഈ 10,000 രൂപ കൊടുക്കുമ്പോൾ അവരെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ എങ്ങനെ എൻഗേജ് ചെയ്യിക്കാമെന്ന് ആലോചിക്കാം. അപ്പോൾ പിന്നെ സർക്കാരിന് പണം കൊടുക്കുന്നത് ബുദ്ധിമുട്ടില്ലല്ലോ. അതുപോലെ തന്നെ അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള വീട്ടമ്മമാരെ അല്ലെങ്കിൽ അമ്മമാരെ സഹോദരിമാരെയൊക്കെ സംഘടിപ്പിച്ച് അവർക്ക് ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന സ്വയം തൊഴിലുകൾ, അവർ ഈ ബിസിനസ്സിനപ്പുറമുള്ള മത്സ്യവില്പനയ്ക്കപ്പുറമുള്ള സ്വയം തൊഴിലുകളെ സംബന്ധിക്കുന്ന സഹകരണ അടിസ്ഥാനത്തിലൊക്കെ അത്തരത്തിലുള്ള സംവിധാനം കൂടി മത്സ്യഫെഡും സർക്കാരും അതുപോലെ തന്നെ സംഘടനകളുമെല്ലാം ചിന്തിക്കുമെന്ന് കരുതാം. അവർ നമ്മെപ്പോലുള്ള ഒരു ജനതയാണ്. കരയിൽ താമസിക്കുന്ന സുഖസൗകര്യങ്ങളോടുകൂടി കരയിൽ താമസിക്കുന്നവരോട് നമ്മൾ തീർച്ചയായും ഐക്യദാർഢ്യം പറയേണ്ടതാണ്. കടലിൻ്റെ തീരത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ. അതുകൊണ്ട് തന്നെ ഈ അവരുടെ ക്ഷാമകാലത്ത്, വറുതിക്കാലത്ത്, സമ്പന്നകാലത്ത് നമുക്ക് ആവശ്യമുള്ള മത്സ്യം കൊണ്ട് തരുന്നവരാണ്. അവരുടെ വറുതിയുടെ കാലത്ത്, ക്ഷാമകാലത്ത് അവരോട് നമ്മൾ ഐക്യപ്പെടേണ്ടതുണ്ട്.